എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നാളെയുമായിട്ട് ഒരുപാട് സിനിമകൾ OTT റിലീസ് ഉണ്ട്. പ്രാവിൻകൂട്, ഡൊമിനിക്, രേഖാചിത്രം, ഡ്രാഗൻ, ബാഡ് ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അലങ്കു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. മലയാളം വെർഷനും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലവ് ടുഡേ സിനിമയിൽ അഭിനയിച്ച നായകനാണ് ഡ്രാഗൻ സിനിമയിലും അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ ലവ് ടുഡേയേക്കാൾ വ്യത്യസ്തമാണ്. 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചു. ഇപ്പോഴിതാ ഡ്രാഗൻ സിനിമ റിലീസായിരിക്കുകയാണ്. ഇന്നാണ് സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് തണ്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. നാഗചൈതന്യ, സായ് പല്ലവിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 7 സിനിമയുടെ റിലീസ്, അതായത് നാളെ രാത്രി. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് കുടുംബസ്ഥന് ലഭിച്ചത്. ഗുഡ് നൈറ്റ് സിനിമയിലെ നായകനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT C5 വാങ്ങിച്ചിട്ടുണ്ട്. മാർച്ച് 7 ഈ സിനിമ റിലീസാകും. മലയാളം, തമിഴ് തുടങ്ങി എല്ലാ ഭാഷകളിലും നാളെ രാത്രി കുടുംബസ്ഥൻ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. സെന്തിൽ, റഹ്മാൻ, ധ്യാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് തന്നെയാണ് ബാഡ് ബോയ്സിന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സംവിധായകൻ ഒമർ ലുലു ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാഡ് ബോയ്സ് 2 വീക്കിനുള്ളിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതാണ് OTT പ്ലാറ്റ്ഫോം എന്ന് വ്യക്തമല്ല. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടിയാണ് സിനിമയിൽ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 6 അല്ലെങ്കിൽ 7 ഈ ദിവസത്തിൽ സർപ്രൈസ് ആയിട്ട് ഡൊമിനിക് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഡൊമിനിക് റിലീസാകാൻ സാധ്യതയുണ്ട്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനീത് ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഒരു ജാതി ജാതകം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ്, ആമസോൺ പ്രൈം 2 OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജാതി ജാതകം സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ദേവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് ദേവ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പ്രാവിൻകൂട് ഷാപ്പ് സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സോണി ലീവ് ഒരു മാസം ഒരു സിനിമ മാത്രമേ റിലീസാക്കൂ. ഈ മാസം രേഖാചിത്രമാണ് റിലീസ്. അതുകൊണ്ട് പ്രാവിൻകൂട് ഷാപ്പ് അടുത്ത മാസമായിരിക്കും റിലീസിനെത്തുന്നത്. ബേസിൽ, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. അടുത്തൊരു അപ്ഡേറ്റ് നിലാവുകന്മേൽ എന്നെ കോപം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ധനുഷാണ് സിനിമയിലെ നായകൻ. അനിക, മാത്യു തോമസ് തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 15 ശേഷമായിരിക്കും ഈ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. ബേസിൽ, സജിൻ ഗോപുവാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് പൊന്മാന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പൊന്മാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം സിനിമ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരു വ്യത്യസ്തമായ കഥയാണ് പൊന്മാൻ പറഞ്ഞു പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. അതിനുശേഷം ഒരു ഹിറ്റ് സിനിമ വന്നിട്ടില്ല. ആസിഫ് അലി, അനശ്വതി രാജനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവ് ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി നാളെയാണ്. അതായത് മാർച്ച് 7 ആയിരിക്കും സിനിമ വരുന്നത്. സോണി ലീവ് ആയതുകൊണ്ട് തലേദിവസം തന്നെ സിനിമ വരാൻ സാധ്യതയുണ്ട്. അതായത് നാളെ വൈകിട്ട് 5 മണിക്ക് സോണി ലീവിൽ രേഖാചിത്രം റിലീസായേക്കും. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമായിരുന്നു രേഖാചിത്രം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആസിഫ് അലിയുടെ അടുപ്പിച്ച് 2ാമത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.